ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മഷിൻ ഡിയാഗോ ഇതാ ട്രിവാൻഡ്രം ക്ലബിന്റെ മുന്നിൽ നിന്നുള്ള അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാഹനവുമായി മണിയൻപിള്ള രാജു ഇതാ പുറത്തേക്ക് വരികയാണ്. ബൈക്ക് ആ വാഹനത്തിൽ ബൈക്ക് വന്ന് ഇടിച്ചു. മണിയൻപിള്ള രാജു നിർത്താതെ പോയി. നിർത്താതെ പോയതിനുള്ള ഒരു ന്യായീകരണം കൂടി ഒന്ന് കേൾക്കാം. നിർത്താതെ പോയെന്താണ്? അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും പാനിക്കായി പോയി. ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എന്റെ വണ്ടി വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട്. ഞാൻ വേണ്ട ക്ലബിന്റെ മുമ്പ് നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഒരു എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യമായിട്ട് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡന്റ് എടുത്തപ്പോൾ പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അടയ്ക്കാൻ എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു രാവിലെ എത്തിക്കോളാം, വയ്യാത്ത ആളാണ്. ആള് എന്റെ വണ്ടിയിൽ വന്ന് ഇങ്ങോട്ട് ഇടിച്ചത് കൊണ്ട് പിന്നെ ഞാൻ നിർത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് എടുത്തു പോവാം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു അത്ര നാളെ രാവിലെ വന്നാൽ മതി കേട്ടായി എന്നുള്ളത്. ആ ചെക്കന്മാരായിട്ട് ചത്തു വരുന്ന എന്താ അവസ്ഥ? ഇവിടെ ഈ ഒരു അപകടത്തിന് ഉത്തരവാദിത്വം ആർക്കൊക്കെയെന്നറിയോ? ഒന്ന് ഇവിടെയുള്ള ഗതാഗത മന്ത്രിക്ക് തന്നെയാണെന്നുള്ളതാണ്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ വെളുത്ത വെളിച്ചം കാരണം നമുക്കൊരു തേങ്ങയും കാണില്ല. ഇന്നാ ഈ വെളിച്ചേറ്റ് പോകുന്ന നമുക്ക് എന്തെങ്കിലും കാണും? നമുക്കും കാണൂല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തേങ്ങ രാത്രി കാണൂല. 24 മണിക്കൂർ ലൈറ്റ് കത്തിച്ചിട്ട് അപകടം കുറയുന്ന പറഞ്ഞിട്ട് എത്ര അപകടം ഇപ്പൊ കൂടിയെന്നറിയോ? അത് ഒന്നാമത്തെ കാര്യം. ആ ഗതാഗത മന്ത്രിക്ക് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നമുള്ളത്. ഈ ബൾബ്, ഈ LED ബൾബിന്റെ പരിപാടി അവസാനിപ്പിച്ച് പഴയ മഞ്ഞ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്നാൽ കുറെയൊക്കെ നിലം കാണാൻ പറ്റുമോ, ആളുകളെയും കാണാൻ പറ്റും. ഇതൊരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല. രണ്ടാമത്തത് മണിയൻപിള്ള രാജു ഇൻഡിക്കേറ്റർ ഇട്ട് അകത്തേക്ക് വന്നു. ഈ പയ്യന്മാര് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ വെള്ള വെളിച്ചം കാരണം അന്നും കാണില്ല. ഇനി വെള്ള വെളിച്ചമായിട്ട് വരുന്ന വാഹനങ്ങളുടെ ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇൻഡിക്കേറ്ററും കാണാൻ പറ്റൂല. ഇനി മാധ്യമങ്ങൾ ഇതിനെ പറയുന്നൊന്നും കേട്ടോക്കാം. കാർ അമിത വേഗതയിൽ എത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് കാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു വീഴ്ച അല്ലെങ്കിൽ അശ്രദ്ധ എന്ന് പറയുന്ന തരത്തിലേക്ക് പൂർണ്ണമായും പറയുവാൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അപ്പോഴും ഈ ഇത്രയൊരു അപകടം ഉണ്ടായിട്ടും ആ റോഡിൽ യുവാക്കൾ വീണ് കിടക്കുന്നത് കണ്ടിട്ടും അവരെ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അതിൽ ഒരു മൂല്യബോധത്തിന്റെ പ്രശ്നമുണ്ട്. അതിൽ മണിയൻപിള്ള രാജുവിന് മടിയിലെത്തി പാലൊക്കെ കൊടുക്കും സാറേ. എനിക്കതേ പറയാനുള്ളത്. അദ്ദേഹം നിർത്താതെ പോയത് വലിയൊരു തെറ്റാ. ഞാനൊരു പേഷ്യന്റ് ആയതുകൊണ്ട് എനിക്കിന്ന് ചിക്കൻ ഗുനിയാണേ, അതുകൊണ്ട് നിങ്ങൾക്ക് പകരമൊന്നുമില്ല കേട്ടോ. പക്ഷെ പോലീസുകാർ പറഞ്ഞു നാളെ വന്നാൽ മതി കേട്ടോ. ജാമ്യത്തിൽ ഇറങ്ങി പോകുന്ന ആള് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അവൻ ഇന്ന് അഴി എണ്ണിക്കൊണ്ടിരിക്കില്ലേ? സാധാരണക്കാരന് മാത്രമേ കുഴപ്പങ്ങളുള്ളൂ. പണമുള്ളവനും സെലിബ്രിറ്റികൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇത്തരം കാര്യങ്ങൾക്ക്. റോഡ് നിയമങ്ങൾ പാലിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. ബൈക്കുകാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റുണ്ട്. കാറുകാരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയുള്ളൂ, തെറ്റുണ്ട്. പിന്നെ ഗതാഗത മന്ത്രി ഇങ്ങനെ പല്ലും വിളിച്ച് ഇങ്ങനെ ഡയലോഗ് അടിച്ചോ, അതാ അവനെ പിടിച്ച് ഞങ്ങൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യിക്കാം, ഇവനെ പിടിച്ച് റീടെസ്റ്റ് ചെയ്യിക്കും എന്ന് പറയുന്നതിന് പകരം ഇവിടെ മാറ്റേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, റോഡ് പറ്റ മോശമാണെന്നുള്ളതാണ്. ന്യൂയോർക്കിനൊക്കെ വെല്ലുന്ന റോഡാന്ന് പറയുമ്പോൾ മോശം റോഡാണ് ഇവിടെ. ചില ഭാഗങ്ങൾ അടിപൊളിയാണെന്ന് കരുതിക്കൊണ്ട് എല്ലാ റോഡും നല്ലതല്ല. പിന്നെ ഈ വാഹനങ്ങളുടെ വെളിച്ചം, ഇത് എന്തുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല? ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കാരണം ഞങ്ങൾക്ക് ഒന്നും കാണാനില്ല. ഈ മഞ്ഞ ഗ്ലാസ് ഉണ്ടല്ലോ, ഇത് നൈറ്റ് ഗ്ലാസ്സാ. ഇത് ഇട്ടാൽ കുറച്ചെങ്കിലും കണ്ണിൽ വെളിച്ചം കുത്തുന്നതൊക്കെ കുറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് നിലം കാണണ്ടേ? അടിപൊളി നിലല്ലേ, അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ നിലമാണ്. നമുക്ക് നിലം കാണണം. റോഡ് ഫുള്ള് കുഴിയാ. ഓപ്പോസിറ്റ് വരുന്ന വെള്ള വെളിച്ചം, എന്റെ വണ്ടിയിലും വെള്ള വെളിച്ചമായിരിക്കും. ഇത് മാറ്റാൻ പോയി ഞാൻ ആക്സിസ് 125 ഷോറൂമുകാർ പറഞ്ഞു അത് മാറ്റാൻ പറ്റൂല, അത് അങ്ങനെ തന്നെ വരുന്നത്, പുതിയ കുത്തിക്കറ്റാൻ പറ്റൂല എന്നാ പറയുന്നത്. അപ്പൊ ഈ ഇറങ്ങുന്ന വാഹനങ്ങളുടെ വെള്ള വെളിച്ചം ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പൊന്ന് ഗതാഗത മന്ത്രി നട്ടലുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കാണിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. 24 മണിക്കൂർ ലൈറ്റ് ഞങ്ങൾ ഇട്ടോളാം. പക്ഷെ ഈ വെളിച്ചത്തിന്റെ കാര്യത്തിൽ ഇറക്കുന്ന വാഹനങ്ങൾ അങ്ങനെ ഇറക്കുന്നത് കൊണ്ട് ഇത് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ വരാൻ കേട്ടാ, താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളെ. സുലാൻ.